അപ്പോൾ കുറേ നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം നമ്മളൊരു ന്യൂ റെസിപ്പി ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കൊതിയോരും വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ UK-ൽ സമ്മറൊക്കെ കഴിഞ്ഞ് വിൻ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് കട്ടൻ ചായയുടെയും കട്ടൻ കാപ്പിയുടെയും ഒക്കെ കൂടെ ഒരു നെസ്റ്റ് ഫീൽ വരുമ്പം കഴിക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ മിക്സ്ചർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ മിക്സ്ചറിലേക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റും പൊട്ടറ്റോയും ഗ്രേറ്റ് ചെയ്ത് വെച്ചത് അത് നമുക്ക് 15 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തതോ അല്ലെങ്കിൽ 2-3 തവണ കഴുകി വാരി ഉണക്കിയെടുത്താൽ മതി. കൂടാതെ നമുക്ക് വേണ്ടത് പൊട്ടുകടല, കാഷ്നട്ട്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കറിവേപ്പിലയും. അപ്പം നമ്മുടെ എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഗ്രേറ്റഡ് പൊട്ടറ്റോയും ക്യാരറ്റും വറുത്ത് നല്ലോണം എടുക്കാം. നമ്മളങ്ങനെ പൊട്ടറ്റോയും ക്യാരറ്റും നല്ലോണം വറുത്ത് കോരിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് പൊട്ടുകടല കുറച്ചുണ്ട്, അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മളിനി കാഷ്യൂനട്ട് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കാഷ്യൂനട്ട് ഇല്ലെങ്കിലും പ്രശ്നമൊന്നും, നമുക്ക് നിലക്കടലയോ നമ്മുടെ മിക്സറിൻ്റെ അകത്ത് എന്തൊക്കെ ഐറ്റംസ് കാണുന്നുണ്ടോ അതൊക്കെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് വറുത്ത് ഇതിനകത്ത് ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് കാഷ്യൂനട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ വറുത്തെടുത്ത് ഇതിൻ്റെ കൂടെ നമ്മൾ ചതച്ച് വെച്ച ഗാർലിക്കും അതുപോലെ തന്നെ നമ്മുടെ കറി ലീവ്സും ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് വറുത്ത് വരി വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഇനി മിക്സ് ചെയ്യാം. നമ്മൾ ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ വറുത്തത്, പൊട്ടുകടല, കാഷ്നട്ട്, കറിവേപ്പില, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വെജ് മിക്സ്ചർ റെഡി. അപ്പോൾ അങ്ങനെ നമ്മുടെ വെജ് മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ്. നമ്മൾ എടുക്കുമ്പോൾ നല്ല ജിൽ സൗണ്ടാണ് കേൾക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇതൊന്ന് ചാരുവിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ചാരുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ പുള്ളിക്കാരി നല്ലതാണെങ്കിലും പറയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള റിവ്യൂവിന് വേണ്ടിയിട്ട് നമുക്ക് ചാരുവിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ചാരുമ്മ ഞങ്ങളുടെ മിക്സ്ചർ? കൊള്ളാം, അടിപൊളി. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്, എല്ലാവരും ഇഷ്ടപ്പെടും. അതെ, ആദ്യമായിട്ട് തന്നെ ഒരു സംഭവം തന്നെ പറയാൻ പറയുന്നത്. അപ്പം എനിവേ നമുക്ക് ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ചാരുമ്മ ട്രൈ ചെയ്തിട്ട് നല്ല കിടില ഐറ്റമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ഐറ്റമാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. മഴയത്ത് കട്ടൻ കാപ്പിയുടെയും കട്ടൻ ചായയുടെ ഒപ്പം ഒക്കെ കഴിക്കാനായിട്ട് ഒരു കിടിലൻ ഐറ്റം തന്നെയാണിത്. ഓടിപ്പോയി കടയിൽ ചെന്ന് മിക്സർ തപ്പേണ്ട ആവശ്യമില്ല. ഇവിടെയുള്ളവർക്ക് പിന്നെ ഏഷ്യൻ ഷോപ്പും ഇന്ത്യൻ ഷോപ്പും ഒന്ന് തപ്പി പോകേണ്ട ആവശ്യമേ ഇല്ല. വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റ് അതുപോലെ തന്നെ ക്യാബേജ് ഇതൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് മിക്സർ ഉണ്ടാക്കാം. അപ്പോൾ ഇതെല്ലാവരും വീണ്ടും ട്രൈ ചെയ്യണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.